സിയാറ്റിൽ മെട്രോപൊളിറ്റൻ ഏരിയയിലെ എയർ ആൻഡ് ബഹിരാകാശ മ്യൂസിയമാണ് മ്യൂസിയം ഓഫ് ഫ്ലൈറ്റ്. കിങ് കൗണ്ടി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തെക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർ ആൻഡ് ബഹിരാകാശ മ്യൂസിയം എന്ന നിലയിൽ ധാരാളം വിദ്യാഭ്യാസ പരിപാടികളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഈ 15 ഏക്കർ ക്യാമ്പസിന് 160-ലധികം ബഹിരാകാശ വാഹനങ്ങള്, യഥാർത്ഥ ബോയിങ് ഫ്ലൈറ്റുകള്, ഫ്ലൈറ്റ് സിമുലേറ്ററുകള്, അതുപോലെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള യുദ്ധവിമാനം സൂപ്പർസോണിക് കോൺകോർഡ് വരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് ബ്രിട്ടീഷ് എയർവൈസിന്റെ ഒരു കോൺകോർഡ് ഫ്ലൈറ്റ് ആണ്. ഇത് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് അവരവിടെ വെച്ചിരിക്കുകയാണ്. എല്ലാം ഗ്ലാസ് എല്ലാം ഇട്ട് വരുന്ന ആൾക്കാർ അതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അവരതിങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. കോൺകോർഡ് നമുക്കറിയാം നല്ല സ്പീഡിൽ പോകുന്ന ഫ്ലൈറ്റ് ആണ്. ടേക്ക് ഓഫിന്റെ സമയത്ത് 253 മൈൽസ് പെർ അവറിലാണ് പോകുന്നതെന്നാണ് അവരവിടെ ഇൻഫർമേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ബോയിങ്ങിന്റെ 747 ഫ്ലൈറ്റ് ആണ്. ബോയിങ്ങിന് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫ്ലൈറ്റുകളുണ്ട്. ഇത് ഇപ്പം 777 ആണ് ബോയിങ്ങിന്റെ ലേറ്റസ്റ്റ് ഫ്ലൈറ്റ്. ഇത് ഈ കാണുന്ന 747 എന്ന് പറയുന്നത് 1968 തൊട്ട് 2023 വരെ ബോയിങ് കമ്പനി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു 4 എഞ്ചിനുള്ള ഒരു ബിഗ് ഫ്ലൈറ്റ് ആണ്. ഈ ബോയിങ് 747 ഏകദേശം 366ഓളം ആൾക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഫ്ലൈറ്റ് ആണ് ഈ ബോയിങ് 747. അതുപോലെ പല തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഈ മ്യൂസിയം ഓഫ് ഫ്ലൈറ്റിന്റെ വേറൊരു സൈഡിലായിട്ട് അവര് കുറേ World War I World War II ഒക്കെ ഉപയോഗിച്ച അവരുടെ ടെക്നിക്സുകൾ, അല്ലെങ്കിൽ അന്നത്തെ പൈലറ്റ്സൊക്കെ അവരുപയോഗിച്ച ഡ്രസ്സുകൾ, അവരേത് രീതിയിലുള്ള ഫ്ലൈറ്റുകളാണ് വാറിന് ഉപയോഗിച്ചത്, അതെല്ലാം അവരവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ പോകുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1 ഫ്ലൈറ്റിലേക്കാണ്. ഈ ഫ്ലൈറ്റ് പല പ്രസിഡന്റ്മാരെ കൊണ്ട് പോയിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡി, റിച്ചാർഡ് നിക്സൺ, അങ്ങനെ 1967 ആ ഒരു കാലഘട്ടങ്ങളിൽ അന്നത്തെ പ്രസിഡന്റുമാർ ഉപയോഗിച്ച എയർഫോഴ്സ് 1 ആണിത്. ഇത് ബോയിങ് 707 കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഫ്ലൈറ്റ് ആണ്. പ്രസിഡന്റിന് ഈ ഫ്ലൈറ്റിനകത്ത് തന്നെ ധാരാളം മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റിനകത്ത് തന്നെ ഒരു ചെറിയ ഓവൽ ഓഫീസ് നമുക്ക് കാണാൻ പറ്റും. സാധാരണയായിട്ട് സീനിയർ അഡ്വൈസേഴ്സ്, സീക്രട്ട് സർവീസ് ഓഫീസേഴ്സ്, ട്രാവലിംഗ് പ്രസ്, ഇവരെല്ലാവരും പ്രസിഡന്റിൻ്റെ കൂടെയുള്ള ഫ്ലൈറ്റിൽ കാണാറുണ്ട്. സോ അവർക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് മീറ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ എയർഫോഴ്സ് 1 ഉണ്ട്.